ഉടൻ തെരഞ്ഞെടുപ്പ് നടക്കാൻ പോകുന്ന ഇന്ത്യയിലെ 5 പ്രദേശങ്ങളിൽ BLOമാരെ വിന്യസിച്ചുകൊണ്ട് സ്പെഷ്യൽ ഇന്റൻസീവ് റിവിഷൻ നടപടികൾ വളരെ വേഗത്തിലാണ് നടക്കാൻ പോകുന്നത്. എന്നാൽ ഈ നടപടികൾ പൂർത്തിയാകുമ്പോൾ ഏകദേശം 25 ലക്ഷത്തോളം വോട്ടർമാർ തമിഴ്നാട്ടിൽ നിന്നും കേരളത്തിൽ നിന്നുമായി വോട്ടേഴ്സ് ലിസ്റ്റിൽ നിന്നും പുറത്താക്കപ്പെടാൻ സാധ്യത ഉണ്ടെന്നാണ് പുറത്തുവരുന്ന വാർത്തകൾ സൂചിപ്പിക്കുന്നത്. അതേസമയം അസമിൽ നിന്നും പശ്ചിമ ബംഗാളിൽ നിന്നുമുള്ള വിശദമായ കണക്കുകൾ ഇനിയും പുറത്തുവരാൻ ഇരിക്കുന്നതേയുള്ളൂ. BJPക്ക് ഒരു താമര പോലും വിരിയിക്കാൻ സാധിക്കാത്ത 2 ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളാണ് കേരളവും തമിഴ്നാടും. എത്രയൊക്കെ ശ്രമിച്ചിട്ടും ഒരു സഖ്യ കൂട്ടുകെട്ടിന് പോലും സാധ്യത ഉണ്ടാക്കാൻ കഴിഞ്ഞിട്ടില്ല. തമിഴ്നാട്ടിൽ AADMKയുമായി സഖ്യമുണ്ടെന്ന് പറയുമ്പോഴും ഒരിക്കലും BJPക്ക് വേണ്ടി പണിയെടുക്കാൻ AADMKയും തിരിച്ച് BJPയും ശ്രമിച്ചിട്ടില്ല. അതായത് ആ സഖ്യം കൊണ്ട് ഇരു പാർട്ടികൾക്കും ഒരു ഗുണവുമില്ലെന്ന് സാരം. ഉത്തരേന്ത്യയിലെ പോലെ ഒരു സഖ്യവും ദക്ഷിണേന്ത്യയിൽ രൂപീകരിക്കാൻ BJPക്ക് സാധിക്കില്ല എന്നുള്ളതാണ് വാസ്തവം. ഇനി കേരളത്തിലേക്ക് വരികയാണെങ്കിൽ ഒരു സമുദായ നേതാവിന്റെ നേതൃത്വത്തിൽ തുടങ്ങിയ BDJS എന്ന സഖ്യകക്ഷിക്ക് ഇതുവരെയും വേരുറപ്പിക്കാൻ സാധിക്കാത്തതും ഇത്തരത്തിൽ കേരളത്തിലുള്ള BJPയുടെ സ്വാധീനക്കുറവിനെയാണ് തുറന്നു കാണിക്കുന്നത്. സമുദായത്തിലുള്ളവർ പോലും BDJSനെ അംഗീകരിക്കുന്നില്ല എന്നുള്ളതും തള്ളിക്കളയാനാവാത്ത കാര്യമാണ്. തൃശൂർ ലോക്സഭാ സീറ്റ് വലിയ ഹൈപ്പിൽ ജയിച്ചെടുത്തു എന്നതൊഴിച്ചാൽ BJPക്ക് കേരളത്തിൽ ഇതുവരെയും ഒന്നും കാര്യമായി നേടിയെടുക്കാൻ കഴിഞ്ഞിട്ടില്ല. എന്നാൽ ബംഗാളിലെയും അസമിലെയും സ്ഥിതി മറ്റൊന്നാണ്. അവിടെ ന്യൂനപക്ഷങ്ങളെ വേട്ടയാടാനും അവരെ പേടിപ്പിച്ചു നിർത്താനും BJP അവരുടേതായ തനത് തന്ത്രങ്ങൾ പയറ്റി അതിൽ കുറെയൊക്കെ വിജയമുണ്ടാക്കിയെടുക്കാനും കഴിഞ്ഞിട്ടുണ്ട്. അസമിൽ ഹിമന്ത ബിശ്വ ശർമ്മ ഭരണ തുടർച്ച നേടാൻ BJPയാൽ കഴിയുന്ന തന്ത്രങ്ങളൊക്കെ അവർ പയറ്റുന്നുണ്ട്. അതിനുവേണ്ടി തന്നെയാണ് വോട്ടേഴ്സ് ലിസ്റ്റിൽ വലിയ പരിഷ്കരണങ്ങൾ വരുത്തിക്കൊണ്ടിരിക്കുന്നത് എന്ന ആക്ഷേപവും ശക്തമായി ഉയരുന്നുണ്ട്. ഭരണഘടനയെ പൊളിച്ചെഴുതാൻ, ഭരണഘടനയുടെ നീതിയുക്തമായ നടപടിക്രമങ്ങൾ കാറ്റിൽ പറത്താൻ പരമാവധി ശ്രമങ്ങൾ നടത്തുന്നതിന്റെ ഭാഗമായിട്ടാണ് SAR നടപടിയിലൂടെ പലരെയും പുറത്താക്കുന്നത്. ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളിലെ ലോക്സഭാ അനുപാതികം മറ്റ് സംസ്ഥാനങ്ങളെ വെച്ച് നോക്കുമ്പോൾ താരതമ്യേന ഗണ്യമായി കുറയും. അങ്ങനെ വരുമ്പോൾ അവിടെ GDPയുടെ കാര്യമൊന്നും പരിഗണിക്കില്ല എന്നുള്ളതും ഉറപ്പാണ്. BJPക്ക് തീരെ പ്രാതിനിധ്യം ഇല്ലാത്ത സംസ്ഥാനങ്ങളായ കേരളം, തമിഴ്നാട് പോലുള്ള സംസ്ഥാനങ്ങളിൽ SAR നടപ്പാക്കി വോട്ടേഴ്സ് ലിസ്റ്റിൽ വൻ ക്രമക്കേടുണ്ടാക്കാനാണ് BJPയുടെ ശ്രമം. പാർലമെന്റിൽ ഭൂരിപക്ഷം കിട്ടണമെങ്കിൽ BJPക്ക് ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിൽ കൂടുതൽ സീറ്റുകൾ സൃഷ്ടിച്ചെടുത്തേ മതിയാകൂ എന്നതുകൊണ്ട് തന്നെയാണ് ഈ കള്ളക്കളികൾ കൊണ്ട് മുന്നോട്ട് പോകുന്നത്.